ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്യാത്ത ഒരു മീൻ കറിയാണ് ഇന്നത്തേത്. ഒമേഗ 3 ധാരാളം അടങ്ങിയിട്ടുള്ള ഈ മീൻ ദിവസവും കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും കൊളസ്ട്രോൾ കുറയാനും ഹൃദയാരോഗ്യത്തിനും കണ്ണിനും പല്ലിനും എല്ലാത്തിനും നല്ലതാണ് ഈ മീൻ. നെയ്ച്ചാള, മത്തിച്ചാള, മക്രോണിച്ചാള എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് പറയാറ്. ഈ മീൻ പലരും പല രീതിയിലാണ് വയ്ക്കുക. ഇതുപോലെ ആരും ട്രൈ ചെയ്തിട്ടില്ല എന്നതാണ് എൻ്റെ വിശ്വാസം. ഇതിനായി നെയ്ച്ചാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉപ്പും നാരങ്ങാ നീരും ഒഴിച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അപ്പോൾ തന്നെ സിങ്കും കൂടി നമ്മൾ നല്ലതുപോലെ വിമ്മിട്ട് നന്നായിട്ട് തേച്ച് കഴുകിക്കളഞ്ഞാൽ അടുക്കളയിൽ സ്മെല്ലില്ലാതെ ഇരിക്കും. ഒരു പച്ചമാങ്ങ തൊലി കളഞ്ഞ് അധികം വിളയാത്ത പച്ചമാങ്ങ, അധികം വിളയാത്തതും പുളിപ്പ് കൂടുതലായിട്ടില്ലാത്തതുമായിട്ടുള്ള മീഡിയം പുളിപ്പുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്റർ പീസ്, നടുക്കുള്ള ഒരു വലിയ പീസ് ആണ് ഞാൻ ഈ മീനിൽ ഇടാനായിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി കൂടി തൊലി കളഞ്ഞ് നന്നായി കഴുകി എടുക്കണം. ഉള്ളിയിൽ ഒരുപാട് പെസ്റ്റിസൈഡ് അടിച്ചു വരുന്നതാണ് ഉള്ളി, അതുകൊണ്ട് കഴുകാതെ ഒരിക്കലും ഉപയോഗിക്കരുത്. നന്നായി കഴുകി എടുത്ത് വേണം ഉപയോഗിക്കാൻ. ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു 3-4 കഷണമായി, ചെറിയ ചെറിയ കഷണമായി കട്ട് ചെയ്ത് എടുക്കണം. 4-5-6 വെളുത്തുള്ളി അല്ലി കൂടി എടുക്കാം. ശേഷം സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു കടായി അടുപ്പിൽ വച്ച് 1 സ്പൂൺ എണ്ണ ഒഴിച്ച്, 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കടുക് കൂടി ഇട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് വഴറ്റി, അതിനുശേഷം വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കൂടിയിട്ട് വഴറ്റി ഇഞ്ചി കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതുകൂടി വഴറ്റിയതിന് ശേഷം ഈ മാങ്ങ കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. ശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം. ഈ കുരുമുളകും മാങ്ങയും ആണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. നല്ല ഗുണവുമാണ് ഇതുപോലെ വച്ച് കഴിക്കുമ്പോൾ. ഗ്യാസിൻ്റെ പ്രശ്നം, ചിലർക്ക് ഈ ഫിഷ് കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതൊന്നും ഇതുപോലെ വച്ച് കഴിച്ചാൽ ഉണ്ടാവാറില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൊടി കൂടി ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. കളറിന് വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത്. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ കോരി വെച്ച് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ആദ്യം വെള്ളം ഒഴിക്കാതെ അരച്ചതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. വെണ്ണ പോലെ അരച്ചെടുക്കും എന്ന് പറയത്തില്ലേ, ആ രീതിക്ക് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം കടായി അടുപ്പിൽ വെച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പില, വറ്റൽമുളക്, ചെറിയ ഉള്ളി എല്ലാം കട്ട് ചെയ്ത് മൂപ്പിച്ച്, ചെറിയ ഉള്ളിയുടെ മണം വരുമ്പോൾ ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഈ മിക്സിയുടെ ജാറ് നമുക്ക് നന്നായിട്ട് കഴുകി ഈ അരപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ മസാല ഞാൻ വഴറ്റിയപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്, അതിനൊരു പ്രത്യേക അളവില്ല. ഇതിൽ ഞാൻ മാക്സിമം 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ശേഷം ഒരു കുടംപുളി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത കുടംപുളി കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വച്ച്
തിളയ്ക്കാനായിട്ട് വയ്ക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഈ മീനിൽ ഇടരുത്, കാരണം കുരുമുളകും പച്ചമാങ്ങയും കൂടെ ഇടുന്നത് കാരണം പച്ചമുളക് കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഡിഫറെൻ്റായിട്ട് മാറും. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാം. ദോശ, അപ്പം, പുട്ട്, റൈസ് എല്ലാത്തിനും നല്ലതാണ് ഈ ഫിഷ് കറി. നല്ല ടേസ്റ്റാണ്. പിറ്റേന്ന് കഴിക്കാനാണ്, ഇന്ന് നമ്മൾ വച്ചതിന് ശേഷം പിറ്റേന്ന് കഴിക്കാനാണ് നല്ലത് ഈ മീൻ. നന്നായി തിളച്ച് വന്നതിന് ശേഷം 1 സ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വരയ്ക്കും അടച്ച് വെച്ച് ലോ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. ശേഷം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെർജിൻ കോക്കനട്ട് ഓയിൽ, അതല്ല എന്നുണ്ടെങ്കിൽ നാടൻ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഓരോരുത്തരും ഇത് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റാണ്. ഈ മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോടുകൂടി നമുക്കിതുപോലെ ഫിഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിറ്റേന്ന് രാവിലെ തണുത്തതിന് ശേഷം കഴിക്കാനാണ് ഈ മീൻ നല്ല ടേസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.